മേഖലകളിൽ ഈ വനംവകുപ്പിനെതിരെയുള്ള സമരം ശക്തമായി തന്നെ തുടരുകയാണ്. മാങ്കുളം അടക്കമുള്ള പ്രദേശങ്ങളിൽ അങ്ങ് ഇടുക്കിയുടെ എം.പി. കൂടിയാണ്. ഇപ്പോൾ ലോ റേഞ്ചിൽ ഇത്തരമൊരു സമരം സംഘടിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എന്നാൽ ആ ഒരു സമരത്തിൻ്റെ സാധ്യത ഇടുക്കിയുടെ മലയോര മേഖലയിൽ നിലനിൽക്കുകയാണ്. ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ സംഭവവികാസങ്ങൾക്കും ഉത്തരവാദി ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റിന് ഇതറിയാത്ത വിഷയങ്ങളല്ല. എവിടെയൊക്കെയാണ് വന്യജീവി സംഘർഷമുള്ളതെന്നും എവിടെയൊക്കെയാണ് പ്രശ്നങ്ങളുള്ളതെന്നും കൃത്യമായിട്ടറിയാം. ഇപ്പോൾ 6-7 മാസക്കാലമായി ഇപ്പോൾ ഈ കോതമംഗലം കേന്ദ്രീകരിച്ച് ഇവിടെ നിന്നും അങ്ങോട്ട് പോയാൽ 3-4 പഞ്ചായത്തുകളിൽ, അതോടൊപ്പം അടിമാലി പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ, പിന്നീട് ഇടുക്കി ജില്ലയിൽ ആകെയും ഈ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് വനംവകുപ്പിനും അറിയാം, ഗവൺമെൻറ്റിനും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവർക്കിതൊന്നും കേൾക്കാനോ അതിനകത്ത് പരിഹാരം ഉണ്ടാക്കാനോ ഒന്നും കഴിയുന്നില്ല എന്നുള്ളിടത്താണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ ഒരു പാവപ്പെട്ട സാധു സ്ത്രീയാണ് മരണപ്പെട്ടത്. അവിടെ കാഞ്ഞിരവേലി എന്ന് പറയുന്ന പ്രദേശത്ത് വളരെ പാവപ്പെട്ട ആളുകൾ മാത്രമേ ഇനിയുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം നാടുവിട്ടു പോയി. അത്യാവശ്യം ശേഷിയുള്ള ആളുകൾ, പണമുള്ള ആളുകൾ, ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനമുള്ള ആളുകൾ അവരവരുടെ ബാക്കി ഭാഗങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് മറ്റ് പ്രദേശങ്ങളിലേക്ക് പോയി കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്ന സാധാരണക്കാരായ തൊഴിലാളികളും ടാപ്പിംഗ് ജോലി നടത്തി ഒക്കെ തന്നെ ഉപജീവനമാർഗം കഴിക്കുന്ന ആളുകളാണ്. പകലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ മീറ്ററുകൾക്കപ്പുറത്തുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ശരിക്കും നീതീകരിക്കാൻ പറ്റുന്നതാണോ? അപ്പം അങ്ങനെ വരുമ്പോൾ അതിശക്തമായ പ്രക്ഷോഭമല്ലാതെ മറ്റു മാർഗ്ഗമില്ല. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാക്കന്മാർ ഒന്നടങ്കം രാവിലെ മുതലേ ഇവിടെ സജീവമായിരുന്നു. അതിശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം ഒരാഴ്ചയിലേ ആയുള്ളൂ മൂന്നാറിൽ സംഭവം ഉണ്ടായിട്ട്. അന്നെന്താ വനമന്ത്രി പറഞ്ഞത്? ഇനി ഒരിക്കലും ഇതുണ്ടാകത്തില്ല. കുറേ ഉറപ്പുകൾ നൽകി. എന്തുറപ്പാണ് നൽകിയത്? ആ ഉറപ്പെല്ലാം പാലിക്കപ്പെട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നല്ലോ. ഇപ്പോൾ ഈ കാഞ്ഞിരവേലി എന്ന് പറയുന്ന പ്രദേശത്ത് ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നേരത്തെ സ്ഥാപിച്ചിരുന്ന സോളാർ വേലികൾ മുഴുവൻ നശിക്കപ്പെട്ടു. പക്ഷേ അത് പുനഃസ്ഥാപിക്കാൻ എന്തുകൊണ്ട് ഗവൺമെൻറ് വൈകി? അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനാണ്. ഉദ്യോഗസ്ഥന്മാരെ മാത്രം പഴിഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇത് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ പരാജയമാണ്. ജനങ്ങളാകെ ബുദ്ധിമുട്ടുന്നു. അവർ തെരുവിൽ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഏതറ്റം വരെയും സമരവുമായി മുൻപോട്ട് പോയാൽ മതിയാവും എന്നുള്ളതാണ് കാര്യം.